ഒരു മാവേലി നാടുവാണ് ഈടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്നുള്ളതിൻ്റെ ഒരു പാരഡി എന്ന് വേണമെങ്കിൽ വിളിക്കാം. എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കുറിപ്പ്, കവിത എന്ന് ഞാൻ പ്രയോഗിക്കാറില്ല എൻ്റെ എഴുത്തിന്. ഞാനത് അധികം സമയം കൊടുക്കാതെ അത് പാടാം. മാവേലി എന്നൊരു മന്നനൊരാൾ പണ്ട് കേരള നാടു ഭരിച്ചിരുന്നു. സത്യവും നീതിയും ധർമ്മവും വാഴുന്ന നാടെന്ന പെരുമ പുലർത്തിരുന്നു. അങ്ങനെയുള്ളൊരു നാടിതിന്മേൽ ദേവന്മാർക്കൊക്കെ അസൂയയായി. ദേവഗണങ്ങൾ പരിഹാരാർത്ഥം വിഷ്ണു ഭഗവാനെ കണ്ടുപോലും. സത്യവും നീതിയും പോറ്റുന്നോരു മാവേലി മന്നനെ പൂട്ടുവാനായി തന്ത്രമന്ത്രങ്ങൾ മെനഞ്ഞുകൂട്ടി വിഷ്ണുവും ചേർന്നു ഗൂഢമായി. ദാനധർമ്മങ്ങൾക്കു കേൾവി കേട്ട മാവേലിയെ പൂട്ടാൻ കോപ്പുകൂട്ടി. വാമനവേഷത്തിൽ വന്നു ദേവൻ പട്ടിണിപ്പാവം കണക്കെ നിന്നു. 3 അടി ദാനമായി ചോദിച്ചു വാമനൻ, മാവേലിയോ പാവം സമ്മതിച്ചു. വേഗം വളർന്നു ദേവൻ 2 അടി കൊണ്ടങ്ങളന്നു തീർത്തു. വാനവും ഭൂമിയും പാതാളവും 3-ാം അടിക്കു തല കുനിച്ചു മാവേലി മന്നൻ നമിച്ചു നിന്നു. മാവേലി രാജന്റെ മണ്ടയിൽ തന്നെ 3-ാം പാദവും ചവിട്ടി ദേവൻ. പാവമാം രാജനെ നിഷ്കരുണം പാതാള ലോകത്തു തള്ളിവിട്ടു. അന്നു തൊട്ടിന്നു വരയ്ക്കും മന്നിൽ നീതിന്യായങ്ങൾക്കു കാലമില്ല. നീതിമാനായ നൃപനുദേവൻ നാടു കാണാനൊരവസരം നൽകി. ചിങ്ങമാസത്തിലെ തിരുവോണ നാൾ സ്വന്തം പ്രജകളെ കാണാനെത്താം. ധർമ്മവും സത്യവും പാലിക്കാനായി മന്നനതൊക്കെയും സമ്മതിച്ചു. അന്നൊക്കെ എല്ലാ ജനങ്ങളെയും ഒന്നുപോലെ കണ്ടിരുന്ന കാലം. കള്ളപ്പറയും ചെറുനഴിയും എള്ളോളം പോലും കളവുമില്ല. അന്നാളിലെല്ലാം സമൃദ്ധിയായി നാട്ടിലെല്ലായിടവും ശാന്തിയുമായി സന്തോഷത്തോടെ വസിച്ചു വന്നു. ഓണം ശരിക്കും ഒരോർമ്മദിനം. സത്യവും ദാനവും ധർമ്മവും സ്നേഹവും എന്നോ പുലർന്നിരുന്നോർമ്മദിനം. മാവേലി മന്നനെ നാടുവരവേൽക്കും ഓണം ശരിക്കും ഒരോർമ്മദിനം. ഓണം ശരിക്കും ഒരോർമ്മദിനം. നന്ദി.